കണ്ണൂരിൽ മരിച്ച ADMK നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യക്കെതിരായ പരാമർശത്തിൽ MV ജയരാജൻ വിശദീകരണവുമായി വന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വിവാദമായതോടെയാണ് പുതിയ വിശദീകരണം. വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചു. വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും MV ജയരാജൻ. ഒരു വാചകം അടർത്തിയെടുത്ത് അത് താന്താങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ വാർത്ത ചമച്ച് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ CPIM ജില്ലാ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വാർത്തയും കിട്ടാത്തതിനെ തുടർന്ന് വാർത്താ ദാരിദ്ര്യത്തെ തുടർന്നുള്ള ആത്മവഞ്ചന വാർത്തയാണത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. സജോ, ശരിക്കും അദ്ദേഹം ആരോടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് PP ദിവ്യയുടെ കാര്യത്തിൽ? പിന്നീട് അഭിപ്രായം മാറ്റാനുണ്ടായ സാഹചര്യവും എന്തായിരുന്നു? SK ഇന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബ്രീഫിംഗ് വാർത്താ സമ്മേളനം എന്ന നിലയ്ക്ക് തന്നെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ ചോദ്യങ്ങളെ നേരിട്ട ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിങ്ങനെയാണ്: ADMന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പരാമർശം തന്നെയാണെന്ന് സമ്മതിക്കും വിധമായിരുന്നു ആ പരാമർശം. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമാണെന്നത് സത്യമാണ്. അതുകൊണ്ടത് പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് പാർട്ടിക്ക് ഇന്നും ഉള്ളത് എന്നത് അദ്ദേഹത്തിൻ്റെ പരാമർശമായിരുന്നു. പക്ഷേ പിന്നാലെയും അത് വാർത്തയാവുകയും അതിലെ പിഴവ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കാരണം കണ്ണൂരിലെ പാർട്ടിയോ സംസ്ഥാന പാർട്ടിയോ ഇതുവരെയും അങ്ങനെ ഒരു നിലപാട് ദിവ്യയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. ദിവ്യയുടെ പ്രസംഗം അനവസരത്തിലുള്ളതും അനുചിതമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇതുപോലെ ഒരു നിലപാട്, പ്രത്യേകിച്ച് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതൊരു വസ്തുതയാണ്. മറ്റൊന്ന്, അപ്പീൽ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ CBI അന്വേഷണം സംബന്ധിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പരാമർശം വന്നത് വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തു. പിന്നാലെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ തിരുത്ത്, തനിക്ക് ആ വാക്കുകളിൽ പിഴവ് പറ്റി എന്ന് അദ്ദേഹം പറയുന്നില്ല. പകരം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ തൻ്റെ വാക്കുകളെ, പരാമർശങ്ങളിലെ വാചകങ്ങളെ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടി നിലപാടിൽ എന്തെങ്കിലും മാറ്റമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. തൻ്റെ വാക്കുകളെ അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ പരത്തും വിധമുള്ള പ്രചാരണം സംഘടിപ്പിക്കുന്നു. പാർട്ടി നിലപാടിൽ മാറ്റമില്ല. കേസ് പോലീസ് അന്വേഷിക്കുകയാണ്. ADMന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണെന്ന ആരോപണത്തിന്മേലുള്ള കേസാണ് പുരോഗമിക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പരാമർശിച്ചത്. അതിലെ ഒരു വാചകം മാത്രം അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം നേരത്തെ വാർത്താ സമ്മേളനം ബ്രീഫിങ്ങിൻ്റെ ഭാഗമായി നടത്തിയപ്പോൾ നാക്കുപിഴ സംഭവിച്ചു എന്നതാണ്. അതിൽ തിരുത്തിനു പകരം അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതിന് മുന്നോടിയായും താൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദിവ്യയും മാധ്യമങ്ങൾ വേട്ടയാടി എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഭാഗം നൽകാതെ ഇതുമാത്രം നൽകുന്നു, അതുവഴി തെറ്റിദ്ധാരണ പടർത്തുകയാണ് എന്ന വിശദീകരണം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ചോദ്യങ്ങളെ നേരിട്ടത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് അത് വലിയ ചർച്ചയായി വളർന്നു വരുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് തളിപ്പറമ്പിൽ CPM കേന്ദ്ര ബജറ്റിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചത്. ഓക്കെ, താങ്ക് യു. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ MV ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവിശേഷം പറഞ്ഞെടുത്ത് ഉറച്ചു തന്നെ നിൽക്കുന്ന രീതിയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദമായതോടെയാണ് അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായത്. വാക്കുകൾ അടർത്തിയെടുത്തു, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്.